തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥ. പല്ലിന് ചികിത്സ തേടിയ രോഗിയുടെ വായിൽ സൂചി ഒടിഞ്ഞു കയറി. നന്ദിയോട് സ്വദേശി ശില്പയുടെ വായിലാണ് സൂചി ഒടിഞ്ഞു കയറിയത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, എന്താണ് ഈ യുവതി പറയുന്നത്? ഈ ആശുപത്രിയുടെ വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, ഈ സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പല അനാസ്ഥകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വിചിത്രമായ മറ്റൊരു അനാസ്ഥയുടെ കഥ തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. നന്ദിയോട് സ്വദേശിയായിട്ടുള്ള ശില്പയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് ശില്പ പല്ലുവേദനയായി ജില്ലാ ആശുപത്രിയിലെ ദന്തൽ ഒപിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് മാർച്ച് 29-ാം തീയതി ശില്പയ്ക്ക് റൂട്ട് കനാൽ ചികിത്സ നടത്തി. ഡോക്ടർ അഖില എന്ന പേരുള്ളൊരു ഡോക്ടറായിരുന്നു ആ ചികിത്സ നടത്തിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് ഈ റൂട്ട് കനാൽ നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശില്പയെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് തിരികെ വിളിച്ച് പല്ലിൻ്റെ എക്സ്റേ എടുക്കാൻ നിർദ്ദേശം നൽകി. തുടർന്നാണ് ഈ റൂട്ട് കനാലിനിടെ സൂചി ഒടിഞ്ഞ് ഈ ശില്പയുടെ പല്ലിനിടയിൽ കയറി, അത് വായുടെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നുള്ള കാര്യം കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശില്പയെ ഡോക്ടർ മടക്കി അയക്കുകയായിരുന്നു എന്നുള്ളതാണ് ശില്പയുടെ പരാതിയിൽ പറയുന്ന കാര്യം. പിന്നീട് ഈ കഴിഞ്ഞ മാസം ശില്പയ്ക്ക് വീണ്ടും പല്ലുവേദന അനുഭവപ്പെട്ടു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഗുരുതരമായ അനാസ്ഥ എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. പല്ലിന് ചികിത്സ തേടിയ രോഗിയുടെ വായിലാണ് സൂചി ഒടിഞ്ഞു കയറിയത്. ഇപ്പോഴാ പരാതിക്കാരി നന്ദിയോട് സ്വദേശി ശില്പ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശില്പ, എന്താണ് സംഭവിച്ചത്? ശില്പ, ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഞാൻ പല്ലുവേദനയായിട്ട് നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സയ്ക്കാണ് അവര് ചെയ്തത്. പിന്നെ റൂട്ട് കനാൽ ചെയ്ത് 2 തവണ ചെയ്തതിന് ശേഷമാണ് അവര് എക്സ്റേ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ആ എക്സ്റേയിൽ എൻ്റെ മോണയ്ക്കകത്ത് സൂചി ഒടിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ ഒന്നും വരില്ല, അത് അതിനകത്ത് വെച്ച് തന്നെ ഫില്ല് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ സാധാരണ ഫില്ലും ചെയ്ത് തന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വേദനയാണ്, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ പെയിൻ കില്ലറിന്റെ സഹായത്താലാണ് ഇരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുന്നതെന്ന് വെച്ചാൽ മെഡിക്കലിൽ പോകാൻ അവർക്കിനി പറ്റൂല എന്നാണ് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് അത് അടച്ചു തന്നെ വെച്ചിരിക്കുകയല്ലേ, നെടുമങ്ങാട് തന്നെ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ സൂചി ഒടിഞ്ഞ് ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം എത്ര ദിവസത്തിന് ശേഷമാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്? അവിടെ നിന്ന് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് വിളിച്ചു പറയുന്നത്. ഈ ഡോക്ടറാണോ വിളിക്കുന്നത് അവിടുന്ന്? അവിടുന്ന് ഡോക്ടറാണ് വിളിച്ചത്, ഡോക്ടർ ആക്കില്ല. അതിനുശേഷം അവിടെ പോയപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? അവിടുന്ന് എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് സൂചി ഉണ്ട്, പക്ഷെ അത് വേറെ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്, സേഫ് ആണെന്നാണ് പറഞ്ഞത്. അത് വെച്ച് ഫില്ല് ചെയ്ത് തരാമെന്ന് പറയുന്നു. അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരണമൊന്നും അവർ നടത്തിയിട്ടില്ല അല്ലേ? ഇല്ല. ഇനിയിപ്പോഴെന്താണ് ശില്പ, എന്താണ് ഇനി ആലോചിക്കുന്നത് ഇതിൽ? ഇനിയിപ്പം വേദനയാണ്. അവർ പറയുന്നത് അവരെ കൊണ്ട് പറ്റില്ല, മെഡിക്കലിൽ പോകാനാണ് പറഞ്ഞത്. മെഡിക്കലിൽ നമ്മൾ 2 ദിവസം പോയായിരുന്നു. പക്ഷെ മെഡിക്കലിനും അവർ തണുത്ത പ്രതികരണമാണ്. കാരണം അവർ പറയുന്നത് ഇത് അടച്ചു വെച്ചിരിക്കുകയല്ലേ, നെടുമങ്ങാട് തന്നെ കാണിച്ചാൽ മതി എന്നാണ്. ഇപ്പം അവർക്കത് എന്ത് ചെയ്യണമെന്ന് ഡോക്ടർമാർ തന്നെ അറിഞ്ഞൂടാന്നാണ് തോന്നുന്നത്. എനിക്കാണെങ്കിൽ നല്ല വേദനയുണ്ട്. ശരി. ശില്പ, ഈ പരാതിക്കാരി പ്രതികരിക്കുകയായിരുന്നു. റൂട്ട് കനാലിനിടെ സൂചി ഒടിഞ്ഞു കയറി, അത് ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴുള്ള ഈ പരാതിക്കാരിയെ ശില്പയെ വിളിച്ച് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ശില്പയുടെ തീരുമാനം. അതുപോലെ തുടർ ചികിത്സ എന്നുള്ള നിലയിൽ എന്താണ് ശില്പ ആലോചിക്കുന്നത്? ഇപ്പോൾ അവർക്ക് വേദനയുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നുള്ളതാണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു.